ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ വീണ്ടും മാറ്റം വരികയാണ്. റവന്യൂ വകുപ്പ് AP അനിൽകുമാർ നൽകാൻ തീരുമാനമായിരിക്കുന്നു. സണ്ണി ജോസഫിന് വൈദ്യുതിയും പാർലമെന്ററി കാര്യവും, എക്സൈസും സഹകരണവും M ലിജുവിന്, ടൂറിസവും സാംസ്കാരികവും സിനിമയും PC വിഷ്ണുനാഥന്. എങ്ങനെയാണ് ഈ റവന്യൂ വകുപ്പ് സണ്ണി ജോസഫിൽ നിന്നും AP അനിൽകുമാറിലേക്ക് എത്തിയത്? വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. റോഷിബാൽ വിവരങ്ങളുമായി. റോഷിബാൽ, വീണ്ടും വകുപ്പുകളിൽ മാറ്റമാണ്. ഇതിപ്പോൾ അവസാനത്തെ മാറ്റം എന്ന രൂപത്തിൽ കാണാമോ? എങ്ങനെയാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് സണ്ണി ജോസഫിൽ നിന്നെടുത്തും അനിൽകുമാറിലേക്ക് മാറിയിരിക്കുന്നത്? സ്മൃതി, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ലോക് ഭവന് മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ച പട്ടിക കൈമാറിക്കഴിഞ്ഞു എന്നാണ്. ആ പട്ടികയിൽ അവസാന ഘട്ടത്തിലാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ റവന്യൂ വകുപ്പിന് AP അനിൽകുമാർ അവകാശവാദം ഉന്നയിച്ചതാണ്. സണ്ണി ജോസഫിന് പക്ഷേ KPCC അധ്യക്ഷൻ എന്ന നിലയിൽ പ്രധാനപ്പെട്ട വകുപ്പ് എന്ന നിലയിൽ തന്നെയായിരുന്നു റവന്യൂ വകുപ്പ് കൈമാറിയതെങ്കിൽ അവസാന ഘട്ടത്തിൽ റവന്യൂ വകുപ്പ് മാത്രം AP അനിൽകുമാറിന് കൈമാറുകയും പകരം സണ്ണി ജോസഫിന് വൈദ്യുതിയും പാർലമെന്ററി കാര്യവും നൽകിയെന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ PC വിഷ്ണുനാഥായിരിക്കും ടൂറിസവും സാംസ്കാരികവും സിനിമയും. ലിജുവിന് എക്സൈസ് ഒഴിവാക്കി തരണമെന്ന് പലവട്ടം അഭ്യർത്ഥിച്ചെങ്കിലും എക്സൈസ് നിലനിർത്തി. ഒപ്പം ടൂറിസം വകുപ്പ് കൂടി നൽകിയെന്നതാണ് മറ്റൊരു കാര്യം. അതിൽ ദേവസ്വം വകുപ്പ് വീണ്ടും കെ മുരളീധരന് കൈമാറിയെന്ന സൂചനയുണ്ട്. പട്ടിക ഏതായാലും ലോക്ഭവൻ തീർച്ചയായും ടൂറിസം വകുപ്പ് PC വിഷ്ണുനാഥിനും സഹകരണവും എക്സൈസും M ലിജുവിന്. അതിൽ നമ്മൾക്ക് അറിയേണ്ടത് ദേവസ്വം വകുപ്പ് വീണ്ടും കെ മുരളീധരന് തന്നെ കൈമാറിയോ എന്നതാണ്. കാരണം ആരോഗ്യ വകുപ്പും ദേവസ്വമായിരുന്നു ആദ്യഘട്ടത്തിൽ കെ മുരളീധരൻ ഉണ്ടായിരുന്നത്. പിന്നീട് AP അനിൽകുമാറിന് വൈദ്യുതി മാത്രം പോരാ, കുറച്ചുകൂടി ജനങ്ങളുമായി ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു വകുപ്പ് വേണമെന്ന ഒരു ആവശ്യം, അങ്ങനെ ഒരു നിർദ്ദേശവും ഉയർന്നതോടെയാണ് ദേവസ്വം വകുപ്പ് നേരെ കെ മുരളീധരനും എടുത്ത് അത് AP അനിൽകുമാറിന് കൈമാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ പിന്നീട് ചർച്ചകൾ വീണ്ടും നീണ്ടുപോയി. ഇടയിൽ മുസ്ലിം ലീഗുമായുള്ള ഈ ഫിഷറീസ് വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നഗരവികസനവും ഒക്കെ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ പല മന്ത്രിമാരും അവരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തണമെന്ന കർക്കശമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതൊക്കെ വല്ലാത്ത പ്രതിസന്ധി ഈ വകുപ്പ് വിഭജിക്കുന്ന കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തു. അവസാന ഘട്ടത്തിൽ ഈ ലോക് ഭവന് പട്ടിക കൈമാറുന്നതിന്റെ തൊട്ടുമുമ്പ് വീണ്ടും ചില മാറ്റങ്ങൾ വന്നു എന്നതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്നത്. ഫിഷറീസ് വകുപ്പ് ലീഗിന് തന്നെ നൽകാൻ ഉള്ള തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തി? അത് നേരത്തെ ലീഗിന് നൽകാനായിരുന്നു തീരുമാനം. പക്ഷേ ലത്തീൻ സഭ ഇടയുകയും അതിൽ കോൺഗ്രസിൽ തന്നെ ചിലർക്ക് എതിർപ്പുണ്ടാവുകയും ഒക്കെ ചെയ്താണല്ലോ. പിന്നെ എങ്ങനെയാണ് അത് പരിഹരിക്കപ്പെട്ടത്? സ്മൃതി, ഫിഷറീസ് വകുപ്പും ഗ്രാമവികസന വകുപ്പും അത് മുസ്ലിം ലീഗിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് കടുത്ത എതിർപ്പുണ്ടായിരുന്നു. കാരണം ഈ രണ്ട് വകുപ്പുകളുടെ പ്രത്യേകത, അതിന് കേന്ദ്ര ഫണ്ടുണ്ട്, മാത്രവുമല്ല അത് കൂടുതൽ ജനകീയമായി ഇടപെടലുകൾക്ക് സാഹചര്യം ഒരുക്കുന്ന വകുപ്പ് കൂടിയാണ്. അങ്ങനെ ജനകീയ ഇടപെടലിന് സാഹചര്യം ഒരുക്കുന്ന വകുപ്പുകൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന നിലപാടായിരുന്നു കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളും മന്ത്രിമാർക്കുമുള്ളത്. അതുകൊണ്ട് ഫിഷറീസ് വകുപ്പ് അത് കോൺഗ്രസ് തന്നെ കൈകാര്യം ചെയ്യണമെന്ന അഭിപ്രായം. കാരണം ഏറെക്കാലമായി കോൺഗ്രസ് കൈകാര്യം ചെയ്ത പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്ന് ഫിഷറീസാണ്, രണ്ടാമത്തേത് ഗ്രാമവികസനവുമാണ്. അപ്പോൾ അത് കൈവിട്ടാൽ സ്വാഭാവികമായും ജനങ്ങളുമായി ഏറെ ഇടപഴകാനും ഉള്ള ഒരു സാഹചര്യം ഒരുങ്ങും. ഒട്ടേറെ പദ്ധതികൾ ആ വകുപ്പ് കൈവശമുണ്ടെങ്കിൽ നടപ്പിലാക്കാൻ കഴിയും എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു. പക്ഷേ മുസ്ലിം ലീഗ് ആണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈമാറണമെങ്കിൽ ഈ രണ്ട് വകുപ്പുകൾ കൈമാറണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. മറ്റു പല വകുപ്പുകൾ കോൺഗ്രസ് കൈമാറാമെന്ന് വാഗ്ദാനം ചെയ്തെങ്കിലും അതൊന്നും മുസ്ലിം ലീഗ് നേതൃത്വം അംഗീകരിച്ചിരുന്നില്ല. ഒടുവിൽ അങ്ങനെയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വേണ്ട എന്ന നിലപാടിലേക്ക് വരെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് എത്തിയതാണ്. പക്ഷേ ഇടയിൽ ക്രൈസ്തവ വിഭാഗം, സഭകളടക്കം വിദ്യാഭ്യാസ വകുപ്പ് മൊത്തത്തിൽ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് പരസ്യ നിലപാട് സ്വീകരിച്ചു. അവിടെ വീണ്ടും UDF-ൽ മന്ത്രിസഭയിലെ വകുപ്പ് വിഭജനം പ്രതിസന്ധിയാവുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കാം. വീണ്ടും ചർച്ച പോയി. ഇന്നലെ ഉച്ചതിരിഞ്ഞൊക്കെ അത് വളരെ വിശദമായ ചർച്ചകളിലേക്ക് കടക്കുകയും ചെയ്തു. ഒടുവിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്തായാലും കോൺഗ്രസ് ഏറ്റെടുക്കാനും ലീഗ് കൈമാറാനും തീരുമാനിച്ചെങ്കിലും അതിൽ പരസ്പരം കൈമാറുന്ന വകുപ്പുകളിൽ ആശയക്കുഴപ്പമായിരുന്നു രാത്രി വൈകിയും തുടർന്നത്. ഫിഷറീസ് അത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് പോലും അത് കൈവിടാൻ പാടില്ല എന്ന ഒരു നിലപാടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അത് ദീർഘകാലമായി കോൺഗ്രസ് കൈകാര്യം ചെയ്തത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ പദ്ധതികളുണ്ട്, ജനങ്ങളുമായി ബന്ധപ്പെടാൻ ലത്തീൻ സഭയുടെ നിലപാടുണ്ട്. ഇന്നലെ അവസാനം CP ജോണും കെ മുരളീധരൻ, രണ്ട് പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ മന്ത്രിമാർ നേരെ ലത്തീൻ സഭ ആസ്ഥാനത്തെത്തി അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. എന്നാൽ ലത്തീൻ സഭയെ അനുനയിപ്പിച്ചെങ്കിൽ പോലും കോൺഗ്രസിനകത്ത് ഇക്കാര്യത്തിൽ അതിർത്തി ഇപ്പോഴും പുകയുന്നുണ്ട്. കാരണം ദീർഘകാലമായി കൈകാര്യം ചെയ്ത പ്രധാന വകുപ്പുകൾ എന്തിന് അത് കൈവിട്ടു എന്നതാണ്
എന്നതാണ് പ്രധാന ചോദ്യം. കാരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണെങ്കിൽ എല്ലാ കാലത്തും വിവാദം ഉണ്ടാവുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കിയ വകുപ്പ് കൂടിയാണത്. അപ്പോൾ ആ വകുപ്പിന് പകരം കൈമാറിയതാണെങ്കിൽ ഏറ്റവും മികച്ച 2 വകുപ്പുകൾ എന്ന ഒരു കുറ്റപ്പെടുത്തലാണ് കോൺഗ്രസിനകത്ത് ഉയരുന്നത്. പക്ഷേ ഈ പ്രശ്നപരിഹാരത്തിന് മറ്റു വഴികളില്ല എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞു, മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഓഫീസ് ചുമതല ഏറ്റെടുത്തു, എന്നിട്ടും വകുപ്പില്ലാതെ അവർ വെറുതെ വീട്ടിലിരിക്കുന്ന സാഹചര്യം വരുന്നു. അത് വലിയ വിമർശനത്തിനിടയാക്കുന്നു, അത് വലിയ ചർച്ചയാകുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് വകുപ്പ് വിഭജനം പൂർത്തിയാക്കുക എന്നത് അത് നിർബന്ധിതമാകുകയായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാത്രവുമല്ല, അതിൽ മറ്റു വഴികളില്ല. മുസ്ലിം ലീഗിന്റെ ആ സമ്മർദ്ദത്തിന് മുന്നിൽ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ പകരം ഈ ഫിഷറീസും ഗ്രാമവികസനവും നൽകാതെ ഒരു വഴിയില്ല എന്ന് മനസ്സിലാക്കി ഒടുവിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും എല്ലാവരുടെയും അംഗീകരിച്ചില്ല. കടുത്ത എതിർപ്പിനിടയിൽ തന്നെ ആ ഒരു തീരുമാനമെടുത്ത് ഒടുവിൽ ആ പട്ടിക ലോക് ഭവനിലേക്ക് കൈമാറിക്കഴിഞ്ഞു. ഒരുപക്ഷെ അതിൽ ഇന്ന് തീരുമാനമായില്ലെങ്കിൽ പട്ടിക ഇനിയും വൈകും. കാരണം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് മുമ്പെങ്കിലും ലോക് ഭവനിലേക്ക് പട്ടിക എത്തിച്ച് വിജ്ഞാപനം പുറത്തിറക്കുക എന്ന വലിയ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയുണ്ട്. ആ മുഖ്യമന്ത്രി എന്ന നിലയിൽ അതിൽ ഒരു തീരുമാനം അദ്ദേഹം എടുത്തു. കാരണം എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഒരു തീരുമാനം മുഖ്യമന്ത്രി വി ഡി സതീശന് എടുക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും അതിലുള്ള എതിർപ്പുകൾ അവഗണിക്കേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷേ ലത്തീൻ സഭ അക്കാര്യത്തിൽ ഇനി എടുക്കുന്ന നിലപാടാണ് ഏറ്റവും പ്രധാനം. ലത്തീൻ സഭ ഇന്നലെ മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അവരുടെ പ്രതിനിധികൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഏതായാലും ആ എതിർപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് തീരുമാനമെടുത്ത സാഹചര്യത്തിൽ ഇനി ആ സഭയുടെ നിലപാട് പ്രധാനമാണ്. ഏതായാലും വകുപ്പ് കോൺഗ്രസ് കൈവിട്ടു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഫിഷറീസ് വകുപ്പ് കൈവിട്ടു, ഒപ്പം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തത് റോജി എം ജോണിന് കൈമാറി കഴിയുകയും ചെയ്തു. മറ്റ് ചെറിയൊരു മാറ്റം, ചെറുതല്ല, അത് വലിയ മാറ്റം തന്നെയാണ്. KPC അധ്യക്ഷനായിരുന്ന സണ്ണി ജോസഫ് റവന്യൂ വകുപ്പ് ചുമതല ഏറ്റെടുക്കാൻ തയ്യാറായതാണ്. ഒടുവിൽ അത് AP അനിൽകുമാറിന് കൈമാറി പകരം വൈദ്യുതിയും പാർലമെന്ററി കാര്യവും ഏറ്റെടുത്തു എന്നാണ്. അപ്പോൾ ഇത് അവസാനത്തെ തീരുമാനമാണ്. വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമ പട്ടിക വരുമ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ഋഷിപാൽ നൽകിയത്.